സ്വർണ്ണ കവർച്ചാ കേസിൽ പരിശോധനയ്ക്കായി SIT ശബരിമലയിൽ പ്രഭാമണ്ഡലത്തിന്റെയും വാതിൽപ്പാളിയുടെയും സാമ്പിളുകൾ ശേഖരിക്കും. പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിക്കാൻ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു. ഗോകുൽ ചേരുന്നു വിവരങ്ങളുമായി. ഗോകുൽ, സ്വർണ്ണ കവർച്ചാ കേസിൽ പരിശോധനയ്ക്കായി SIT സംഘം ശബരിമലയിൽ എത്തിയിട്ടുണ്ടല്ലോ. നിലവിൽ ഇപ്പോൾ എന്തെല്ലാം സാമ്പിളുകളായിരിക്കും ശേഖരിക്കുക? എങ്ങനെയായിരിക്കും പരിശോധന? രോഹിണി, അതായത് SIT സംഘം ഇന്ന് രാവിലെയാണ് എത്തിയത്. ഉച്ചയോടുകൂടിയാണ് എത്തിയത് സന്നിധാനത്ത്. ഇന്നിപ്പോൾ കാര്യമായ പരിശോധന നടപടികളില്ല. എങ്കിൽ പോലും ഈ പ്രഭാമണ്ഡലവും അതോടൊപ്പം തന്നെ ശ്രീകോവിൽ കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട പരിശോധന നടപടികൾക്ക് വേണ്ടിയിട്ടാണ് SIT എത്തിയിരിക്കുന്നത്. നാളെ ആയിരിക്കും ഇതിന്റെ രണ്ടിന്റെയും, പ്രഭാമണ്ഡലത്തിന്റെയും കട്ടിളപ്പാളിയുടെ മുകൾ ഭാഗത്തിന്റെയും സാമ്പിളുകൾ ശേഖരിക്കുന്നുണ്ടാവുക. വിദഗ്ധരുടെ സഹായത്തോടു കൂടി ഈ പാളികൾ അഴിച്ചതിന് ശേഷമായിരിക്കും അതിൽ നിന്നും സാമ്പിളുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം ഈ സാമ്പിളുകൾ ജംഷഡ്പൂരിലെ ലാബിൽ പരിശോധനയ്ക്ക് അയച്ച് അതിന്റെ റിപ്പോർട്ട് ഈ കേസന്വേഷണത്തിനായിട്ട് ഉപകരിക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ പ്രഭാമണ്ഡലത്തിന്റെയും കട്ടിളപ്പാളിയുടെ ഭാഗത്തിന്റെയും സാമ്പിളുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം SIT അപേക്ഷ നൽകിയിരുന്നു. തുടർന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് കഴിഞ്ഞ ദിവസമാണ് അതിന് അനുമതി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ശബരിമലയിലെത്തി പരിശോധന നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പും പലതവണ സന്നിധാനത്ത് പരിശോധന സംഘം എത്തിയിട്ടുണ്ടായിരുന്നു. അന്നും ഈ കട്ടിളപ്പാടിയുടെയും അതോടൊപ്പം തന്നെ ഈ വാതിൽപ്പാളിയുടെയും ഒപ്പം ദ്വാരപാലക ശില്പത്തിന്റെ പാളികളുടെയും ഒക്കെ സാമ്പിളുകൾ അന്വേഷണ സംഘം ശേഖരിച്ചു കൊണ്ടുപോവുകയും പരിശോധനകൾക്ക് വിധേയമാക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്തായാലും അന്വേഷണത്തിന്റെ ഒരു അവസാന ഘട്ടം കൂടിയാണ് എന്നുള്ളതാണ് SIT സംഘം കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. അന്തിമ ഘട്ടത്തിലേക്ക് ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ അന്വേഷണം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള കാര്യം SIT കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ശേഖരിക്കുന്ന ഈ സാമ്പിളുകളുടെ പരിശോധന കൂടി അന്തിമ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരും. 18-ാം തീയതി വീണ്ടും ഹൈക്കോടതി ശബരിമല കേസ് പരിഗണിക്കുന്നുണ്ട്. അന്ന് എന്തായാലും SIT സംഘം വീണ്ടും അന്വേഷണ പുരോഗതിയുടെ റിപ്പോർട്ടടക്കം ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ 2019 ഈ പാളികളിൽ നിന്നും യഥാർത്ഥ സ്വർണ്ണത്തിൽ നിന്നും യഥാർത്ഥ ആ പാളികളിൽ നിന്നും വേർതിരിച്ചെടുത്ത സ്വർണം അത് ഒരുതരം രാസവസ്തു ഉപയോഗിച്ചുകൊണ്ടാണ്, ഒരുതരം ഉപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസ് അതിനെ വേർതിരിച്ചത് എന്നുള്ള കാര്യം അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ പരിശോധന റിപ്പോർട്ട് കൂടി ലഭിക്കാനായിട്ടുണ്ട്. അതുകൂടി എത്തിക്കഴിയുമ്പോൾ ഈ കേസന്വേഷണത്തിൽ നിർണായകമായിട്ടുള്ള ഘട്ടങ്ങൾ പൂർത്തിയാകുമെന്നുള്ളതാണ് SIT കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടികൾ വളരെ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കുമെന്നും അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വീണ്ടും ഈ അന്വേഷണം, ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം സജീവമായി കഴിഞ്ഞിരിക്കുകയാണ്. SIT സംഘത്തിന്റെ പരിശോധന എന്തായാലും നാളെയും തുടരുമെന്നുള്ളതാണ് സന്നിധാനത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. സാമ്പിൾ ശേഖരണം അടക്കം നാളെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. ദേവസ്വം ബോർഡിന്റെയും അതോടൊപ്പം തന്നെ മറ്റ് അധികൃതരുടെയും ഒക്കെ സാന്നിധ്യത്തിലായിരിക്കും, തിരുവാഭരണ കമ്മീഷൻ അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യത്തിലൊക്കെ ആയിരിക്കും ഈ പരിശോധന നടപടികൾ ശബരിമലയിൽ നടക്കുന്നുണ്ടാവുക. സാമ്പിൾ ശേഖരിക്കുന്നത് നാളെ ആയിരിക്കും. അതിനുശേഷം തുടർന്ന് ലാബിൽ അയച്ചിട്ടായിരിക്കും അതിന്റെ പരിശോധന റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ കേസിന്റെ തുടർ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും സംഘം ഇപ്പോൾ സന്നിധാനത്ത് തുടരുകയാണ്. ഇന്നിപ്പോൾ അതിന്റെ പാളികളുടെ ബാക്കി പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. നാളെ ആയിരിക്കും അത് ഊരി അതിന്റെ സാമ്പിൾ ശേഖരിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. രോഹിണി, ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.